ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ നാവിക പാതകളിലൊന്നായ ചെങ്കടലിനെ സ്വന്തം വരുമാന മാർഗമാക്കി മാറ്റാൻ യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ നീക്കം നടത്തിയതായി ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. തന്ത്രപ്രധാനമായ ബാബ് എൽ മന്ദേബ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന ചരക്കു കപ്പലുകളിൽ നിന്ന് വൻതുക ചുങ്കം ഈടാക്കാനാണ് ഹൂതികളുടെ പദ്ധതി. റോയിട്ടേഴ്സ് പുറത്തുവിട്ട പ്രമുഖ അന്താരാഷ്ട്ര വാർത്താ റിപ്പോർട്ടിലാണ് ലോകരാജ്യങ്ങളെ അമ്പരിപ്പിച്ച ഈ വിവരം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആഗോള ഊർജ്ജ വ്യാപാര മേഖലയുടെ ജീവനാഡിയായ ഈ പാതയിൽ സ്വാധീനമുറപ്പിക്കാനും സാമ്പത്തികമായി ഭീമമായ തുക കൊള്ളയടിക്കാനും ലക്ഷ്യമിട്ടാണ് ഈ നീക്കം. ഹൂതി മുതിർന്ന നേതാക്കൾ അടുത്തിടെ ഇറാനിൽ നടത്തിയ സന്ദർശനത്തിനിടെയാണ് ഇത്തരമൊരു ഗൂഢപദ്ധതി രൂപപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ചെങ്കടലിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകളിൽ നിന്ന് നികുതി പിരിക്കുന്നതിനായുള്ള പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുന്നതിന് ഇറാനിയൻ ഉപദേശകർ ഹൂതികൾക്ക് സാങ്കേതികവും തന്ത്രപരവുമായ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തതായും പറയപ്പെടുന്നു. അതേസമയം ഈ പുതിയ ടോൾ സമ്പ്രദായത്തിൽ നിന്ന് ചൈനീസ് കപ്പലുകൾക്ക് പൂർണ്ണ ഇളവ് നൽകാൻ സാധ്യതയുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം. ബെയ്ജിംഗും ഹൂതികളും തമ്മിൽ നിലനിൽക്കുന്ന രഹസ്യധാരണയുടെ ഭാഗമായാണ് ചൈനീസ് ചരക്കുകളെ ഈ നീക്കത്തിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെ മുഴുവൻ പ്രതിസന്ധിയിലാക്കുന്ന ഈ പുതിയ തന്ത്രത്തിന് പിന്നിൽ ഹൂതികൾക്ക് കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. വർഷങ്ങളായി തുടരുന്ന ആഭ്യന്തര യുദ്ധവും ഉപരോധങ്ങളും മൂലം തകർന്നടിഞ്ഞ തങ്ങളുടെ സാമ്പത്തിക വ്യവസ്ഥയെ കൈപിടിച്ചുയർത്താൻ ആഗോള കപ്പൽ ഗതാഗതത്തെ ബന്ദിയാക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. അമേരിക്കയ്ക്കും സൗദി അറേബ്യയ്ക്കും മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുക എന്നതും ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന അജണ്ടയാണ്. ചെങ്കടലിലെ ഗതാഗതം കൂടുതൽ ചെലവേറിയതാക്കി മാറ്റുന്നതിലൂടെ പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഗൾഫ് രാഷ്ട്രങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന വൻ പ്രതിസന്ധി സൃഷ്ടിക്കാൻ ഹൂതികൾക്ക് സാധിക്കും. ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന സമുദ്രപാതയിലെ ഏറ്റവും നിർണായകമായ കവാടമാണ് ബാബ് എൽ മന്ദേബ് കടലിടുക്ക്. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെയും ചരക്ക് ഗതാഗതത്തിന്റെയും വൻ ശതമാനം കടന്നു പോകുന്നത് തന്ത്രപ്രധാനമായ ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെയാണ്. ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് ഭീമമായ നികുതി ചുമത്തപ്പെടുന്നതോടെ ആഗോളതലത്തിൽ ഇന്ധനവിലയും സാധന സാമഗ്രികളുടെ വിലയും കുത്തനെ ഉയരും. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം പതുക്കെ കരകയറുന്ന ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇത് കനത്ത ആഘാതമായി മാറും. ഹൂതികളുടെ ഈ പുതിയ ഭീഷണിയെ തുടർന്ന് അന്താരാഷ്ട്ര നാവിക ഇൻഷുറൻസ് നിരക്കുകൾ ഇതിനോടകം തന്നെ കുതിച്ചുയർന്നിട്ടുണ്ട്. സുരക്ഷിതമല്ലാത്ത പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് കപ്പൽ കമ്പനികൾ വലിയ തുക ഇൻഷുറൻസായി നൽകേണ്ടി വരുന്നത് ആത്യന്തികമായി സാധാരണ ഉപഭോക്താക്കളുടെ പക്കൽ നിന്നായിരിക്കും. പണം നൽകാത്ത കപ്പലുകൾക്ക് നേരെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്ന ഭീഷണിയാണ് ഹൂതികൾ ഉയർത്തുന്നത്. ഇതിനോടകം തന്നെ നിരവധി പാശ്ചാത്യ കപ്പലുകളെ ആക്രമിച്ച ചരിത്രമുള്ളതിനാൽ കമ്പനികൾ ഈ മുന്നറിയിപ്പിനെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. സ്വന്തം ആധിപത്യം ഉറപ്പിക്കുന്നതിനായി ആഗോള വാണിജ്യപാതയെ ഒരു സ്വകാര്യ ടോൾ റോഡ് പോലെ മാറ്റാൻ ഒരു നിയമവിരുദ്ധ സംഘടന തുനിയുന്നത് അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണ്. സമുദ്ര സ്വാതന്ത്ര്യത്തിനു മേലുള്ള ഈ കടന്നുകയറ്റം വൻ ശക്തികളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ചൈനീസ് കപ്പലുകളെ ഇതിൽ നിന്നും ഒഴിവാക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളും ചൈനയും തമ്മിലുള്ള ഭൗമരാഷ്ട്രീയ തർക്കങ്ങൾ കൂടുതൽ രൂക്ഷമാക്കും. അമേരിക്കയും സഖ്യകക്ഷികളും ഉപരോധവും സുരക്ഷാ ഭീഷണിയും നേരിടുമ്പോൾ ചൈനീസ് കപ്പലുകൾക്ക് സുഗമമായ യാത്ര ലഭിക്കുന്നത് ആഗോള വ്യാപാര സമവാക്യങ്ങളെ മാറ്റിയെഴുതും. അമേരിക്കൻ നാവികസേനയും സഖ്യകക്ഷികളും ചെങ്കടലിൽ ശക്തമായ പട്രോളിംഗ് നടത്തുന്നുണ്ടെങ്കിലും ഹൂതികളുടെ ഡ്രോൺ മിസൈൽ പ്രതിരോധ ശൃംഖലയെ പൂർണ്ണമായും തകർക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ടോൾ പിരിവ് തടയുന്നത് അമേരിക്കയ്ക്ക് വലിയ സൈനിക വെല്ലുവിളിയാകും. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് കടുത്ത സുരക്ഷാ നയതന്ത്ര പ്രതിസന്ധിയാണ്. യമനുമായി അതിർത്തി പങ്കിടുന്ന സൗദിക്ക് തങ്ങളുടെ ചെങ്കടൽ തീരത്തുള്ള പദ്ധതികൾക്കും എണ്ണ കയറ്റുമതിക്കും ഹൂതികളുടെ ഈ പുതിയ നീക്കം വലിയ ഭീഷണിയായി മാറും. മധ്യപൂർവ്വ ദേശത്തെ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനും അമേരിക്കയ്ക്കും ഇസ്രയേലിനും എതിരെയുള്ള പ്രതിരോധ അച്ചുതണ്ട കൂടുതൽ ശക്തമാക്കാനും ഇറാൻ ഈ അവസരം ഉപയോഗിക്കുന്നുണ്ട്. ഹൂതികൾക്ക് നൽകുന്ന ഉപദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും ഇതിന്റെ തെളിവാണ്. പല പ്രമുഖ അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളും നിലവിൽ ചെങ്കടൽ പാത ഉപേക്ഷിച്ച ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി സഞ്ചരിക്കുന്ന കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് പാതയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് യാത്രാ സമയം ദിവസങ്ങളോളം വർദ്ധിപ്പിക്കുകയും വൻ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ബാബ് എൽ മന്ദേബ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടാൽ ലോകത്തെ മറ്റ് പ്രധാന നാവിക പാതകളിലും സമാനമായ അനധികൃത നികുതി പിരിവുകളും കടൽ കൊള്ളകളും വർദ്ധിക്കാൻ അത് വഴി തുറക്കും. യൂറോപ്യൻ യൂണിയനും ഏഷ്യൻ രാജ്യങ്ങൾക്കും ഇന്ധനവും മറ്റ് ആവശ്യ വസ്തുക്കളും എത്തിക്കുന്നതിൽ ചെങ്കടൽ പാത വഹിക്കുന്ന പങ്ക് സമാനതകളില്ലാത്തതാണ്. അതിനാൽ തന്നെ ഹൂതികളുടെ ഈ ഭീഷണി കേവലം ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ആഗോള പ്രതിസന്ധിയാണ്. സ്വന്തം നിലനിൽപ്പിനും ഭരണപരമായ ആവശ്യങ്ങൾക്കും ആവശ്യമായ കോടാനുകോടി ഡോളർ കണ്ടെത്താനാണ് ഹൂതികൾ ഈ നാവിക കവർച്ചയ്ക്ക് പദ്ധതിയിടുന്നത്. യമനിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങൾക്ക് ഈ പണം ലഭിക്കില്ലെന്നും ഇത് സൈനിക ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കൂ എന്നുമാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ പറയുന്നത്. ഈ നീക്കത്തിനെതിരെ ശക്തമായ സൈനിക നയതന്ത്ര നടപടികൾ സ്വീകരിക്കാൻ UN സെക്യൂരിറ്റി കൗൺസിലിന് മേൽ സമ്മർദ്ദമേറുകയാണ്. സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ശക്തമായ പ്രമേയങ്ങളും സൈനിക നീക്കങ്ങളും അനിവാര്യമായി മാറിയിരിക്കുന്നു.
അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ബഹുരാഷ്ട്ര സൈനിക സഖ്യം ചെങ്കടലിൽ കൂടുതൽ യുദ്ധക്കപ്പലുകൾ വിന്യസിക്കാൻ നിർബന്ധിതരാകും. ഇത് മേഖലയിൽ കൂടുതൽ മിസൈൽ ഏറ്റുമുട്ടലുകൾക്കും സൈനിക വിന്യാസങ്ങൾക്കും കാരണമാകും. ബാബൽ മന്ദേബ് കടലിടുക്കിന്റെ സുരക്ഷ അപകടത്തിലാകുന്നത് വരും ദിവസങ്ങളിൽ ആഗോള ഓഹരി വിപണികളിലും എണ്ണ വിപണിയിലും വൻ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കും. ഇത് വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ കഠിനമായി ബാധിക്കും. നയതന്ത്ര തലത്തിൽ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ അടയുന്നതോടെ ഈ മേഖലയിൽ കടുത്ത സൈനിക നടപടികൾ ഒഴിച്ചുകൂടാനാവാത്തതായി മാറും. ഹൂതികളുടെ താവളങ്ങൾക്ക് നേരെ കൂടുതൽ വ്യോമാക്രമണങ്ങൾ നടത്താൻ അമേരിക്ക തയ്യാറായേക്കും. ചെങ്കടൽ സുരക്ഷാ ഭീഷണി വർദ്ധിക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിലെ വ്യാപാര മേഖലയെയും ബാധിക്കും. വിദേശ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയും ഇറക്കുമതിയും ചെലവേറിയതാകുന്നത് ആഭ്യന്തര വിപണിയിൽ വിലക്കയറ്റത്തിന് ഇടയാക്കും. ചെങ്കടലിനെ സ്വന്തം ടോൾ ബൂത്താക്കി മാറ്റാനുള്ള ഹൂതികളുടെ ഈ സാഹസിക നീക്കം അന്താരാഷ്ട്ര സമുദ്ര സുരക്ഷയുടെ ഭാവി തന്നെ അപകടത്തിലാക്കിയിരിക്കുകയാണ്. ആഗോള ശക്തികൾ ഒന്നിച്ചു നിന്ന ഈ ഭീഷണിയെ പ്രതിരോധിച്ചില്ലെങ്കിൽ ലോക വ്യാപാര മേഖല വൻ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തും.